ഹായ്, ഹലോ. അപ്പൊ എനിക്കിന്ന് ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ട്ടോ. ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസം. ഇന്നിപ്പോ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ ഓഫീസില്. അപ്പൊ ഞാൻ ഉച്ചക്ക് ലീവൊക്കെ പറഞ്ഞിട്ട് ദേ പോന്ന്. അപ്പോഴേക്കും നമുക്ക് അവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു ട്ടോ അപ്പനും മക്കളൊക്കെ കൂടി. അവര് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയ പോക്കാണ്. ഇന്നലെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് വീഡിയോ എന്നൊക്കെ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം, വലിയൊരു ഡ്രീം അതിന്ന് പൂർത്തിയാവുകയാണ് ട്ടാ. ഇത് ഇത്ര പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമോന്നൊന്നും ഞാൻ ഓർത്ത് വെച്ചതല്ല. പിന്നെ ഞാൻ ആലോചിച്ചു ഇതൊക്കെ ഇനി വലിച്ച് നീട്ടി കൊണ്ടോണ്ട കാര്യമില്ല. നമുക്ക് നല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതൊക്കെ അതങ്ങട് ചെയ്ത് തീർക്കണമെന്ന് തോന്നി. അങ്ങനെ പോകാൻ പോയിണ്. അപ്പോൾ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ എത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇറങ്ങാൻ പോണിട്ടാ. ഒരു കയ്യിലൊരു കൊന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോർട്സ് ഇന്നലെ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളെങ്ങോട്ടാണ് പോണേന്നുള്ളത്. വണ്ടി കേറിയ പാടെ നമ്മുടെ മിക്കൂസ് തോളത്തോട്ട് ചാഞ്ഞിട്ടാ. ഈ ഛർദ്ദിക്കാരനെയും കൂട്ടിയിട്ടാണ് പോണെ. എല്ലാവരും വെള്ളരിപ്രാവുകളെ പോലെ വെള്ളയൊക്കെ ഇട്ടിട്ടാണ് ട്ടോ പോണത്. ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാള് വെക്കരുതെന്ന്. വാള് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ കൊളാവും. അപ്പൊ ഇന്നലെ നിങ്ങൾ ഷോർട്സിലൂടെ കണ്ടതുപോലെ തന്നെ നമ്മൾ ടൊയോറ്റയില വന്നേക്കേണ്ട നെട്ടൂര്. നെട്ടൂർ ഷോറൂമിലാണ് വന്നത്. നമ്മൾ ഒരു കാർ എടുക്കണമെന്നുള്ള എൻ്റെ ഒരു സ്വപ്നം. ആ ഒരു കാർ അനുചേട്ടന് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള എൻ്റെ ഒരു സ്വപ്നം ദേ ഇന്ന് പൂർത്തിയാകാൻ പോവുകയാണ്. ഫുൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമല്ല ട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ ഓർക്കുന്നുണ്ടാവും യൂട്യൂബ് വഴി കിട്ടിയ കാര്യം കൊണ്ടാണെന്ന്. അങ്ങനെയൊന്നുമല്ല ട്ടോ. ഞാൻ ഇപ്പോൾ ഒരു വർഷമാണ് ജോലി കയറിയിട്ട്. ആ ഒരു വർഷം ജോലി ചെയ്തതിനകത്ത് നിന്നൊക്കെ നമ്മളിങ്ങനെ ഒരു കുറച്ച് സേവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ഒരു വർഷം 2 വർഷത്തോളമൊക്കെ ആയി അതിന് വേണ്ടിയിട്ടും ഇങ്ങനെ ഓരോന്ന് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കൈ കിട്ടണതും എക്സ്ട്രാ വഞ്ഞ വരക്കാനൊക്കെ കിട്ടണതും അതിനകത്തുനിന്ന് കിട്ടണതിനകത്തുനിന്നൊക്കെ ഒരു ഇത് മാറ്റി 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 ഇനിയിപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും അമ്മച്ചിയുടെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞ് ആങ്ങളുടെ മോനോട് പറഞ്ഞൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ചേട്ടനെയും കൊണ്ട് ഇന്നലെ പോന്നു കഴിഞ്ഞപ്പോൾ നല്ല രാത്രിയാണ് ട്ടോ. ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് പറയണത്. വണ്ടി എടുക്കണതിൻ്റെ തലേ ദിവസമാണ് ഞാൻ പറഞ്ഞത് ചേട്ടനോട് ഇങ്ങനൊരു കാര്യമുണ്ടെന്നൊക്കെ. ആദ്യമൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് എന്നാലും എനിക്കറിയാം എൻ്റെ ചേട്ടൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്ത എൻ്റെ പേരിൽ തന്നെ ആരെങ്കിലും അടുത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ദൂരോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഓരോ പേരുടെ അടുത്തൊക്കെ ചെന്നിട്ട് വേണം നമ്മൾ വണ്ടി വാങ്ങിക്കാൻ. ഈ വണ്ടി കൊണ്ട് പോകണ വഴിക്കൊക്കെ വല്ല തട്ടേ മുട്ടേ വല്ല സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് ഒരു ഉത്തരവാദിത്തം പറയേണ്ട കാര്യങ്ങളും ബാധ്യതകളും പിന്നെ അപ്പോൾ ഒരു ടെൻഷൻ പിടിച്ചിട്ടായിരിക്കും ഒരു തട്ടാണ്ട് മുട്ടാണ്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയ വായ പിടിച്ചിട്ടാ നമ്മ ആ വണ്ടി കൊണ്ടുവന്ന് ഏൽപ്പിക്കണത് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടൻ്റെ കൂടെ കൂടിയപ്പോൾ മുതൽ കാണാണ്. പിന്നെ ചേട്ടൻ്റെ കൂടെ ജീവിതം തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂ വീലർ പോലും ഉണ്ടായിരുന്നില്ല. കാൽനടയായിട്ടൊക്കെ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ബസ്സൊക്കെ കയറി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെയൊക്കെയായിരുന്നു. കുറേ നാളുകൾക്കൊക്കെ ശേഷം ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയാണ് അതിനകത്ത് നിന്നൊക്കെ മിച്ചം പിടിച്ച ഒരു ടൂ വീലറും കാര്യങ്ങളൊക്കെ. പിന്നെ മെയിനായിട്ട് നമുക്ക് വഴിയില്ല. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴിയില്ല. അപ്പോൾ പിന്നെ ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ നമുക്ക് പറ്റൂല. അപ്പോൾ അങ്ങനെ ഓർത്ത് സമാധാനിച്ച് കുറേ നാളുകളായി നമ്മളിങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ പോണത്. പിന്നെ ഇപ്പോൾ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഒട്ടും പറ്റണില്ല കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ആ ഒരു സ്വപ്നം അങ്ങാടി ഇനിയിപ്പോൾ അധികം നീട്ടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട വേഗം വാങ്ങിക്കാമെന്ന്. പിന്നെ എനിക്കൊരിത് ഞങ്ങളുടെ അമ്മച്ചി ഒരുപാട് സ്ട്രഗിളിലൂടെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ കയറി വന്ന ഒരാളാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അമ്മച്ചിയൊക്കെ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന നേരത്തിൽ അവർക്കൊരു സന്തോഷമോ ഹാപ്പിനെസ്സോ കൊടുക്കാൻ പറ്റുന്നത് അവർ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന നേരത്താണ്. അപ്പോൾ നമ്മുടെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ ബാധ്യതകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് ആസ്വദിച്ച് കാറിലൊക്കെ നടക്കാമെന്ന് അപ്പം ആലോചിക്കണ നേരത്തെ ചിലപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. നമ്മുടെ കൂടെയുള്ളവർ ആരൊക്കെ ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള നമുക്ക് നല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് പൂർത്തീകരിക്കാം. അങ്ങനെ എൻ്റെ ഏറ്റവും ഒരു ഒരു ഡ്രീം തന്നെയാണ് ട്ടോ ഇന്നിപ്പോൾ ദേ ഇവിടെ ഈ ഒരു തുണി പൊക്കി ഇറക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളും പലവരുടെയും റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ദൈവം എനിക്കൊക്കെ ഇങ്ങനെ എന്ന് പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വെച്ച്. പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് വേഗം ആക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ്. എല്ലാം കറക്റ്റ് നേരത്തിന് എല്ലാ കാര്യങ്ങളൊക്കെ സാധിച്ച് അത് അനുചേട്ടൻ്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ ഒരു നിമിഷം ഞാൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ട് ഒന്നും പറയണ്ട. ഈ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. അങ്ങനെ അനുചേട്ടൻ ആ ഹാൻഡിൽ പിടിച്ചിട്ട് ആ ഡ്രൈവിംഗ് സീറ്റിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അനുചേട്ടനേക്കാളും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഞാൻ തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് ഇത്രയെങ്കിലും ചേട്ടന് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലേ. എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളായാലും കുറേ കാര്യങ്ങളായാലും ഒക്കെ എല്ലാം എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും മാറ്റി വെക്കാറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇത്രയും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഇത് തന്നെ അപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയണം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരൊക്കെ കയറിയിട്ട് അമ്മച്ചിനെയൊക്കെ കയറ്റി നമ്മളിനിയിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് ഇറക്കാൻ പോവുകയാണ്. ഈ വോയിസ് കൊടുക്കാൻ നിന്നിട്ടേ എനിക്കിങ്ങനെ ശബ്ദമൊക്കെ ഇടർന്നു, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. മനസ്സിൽ എനിക്ക് ആ ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് സങ്കടം മഞ്ഞുണ്ടായിരുന്നു, സന്തോഷം മഞ്ഞുണ്ട്, അങ്ങനെ എല്ലാം കൂടി ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പം എനിക്കെന്തോ മനസ്സിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സങ്കടം മഞ്ഞിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രായത്തിൽ എനിക്കിത് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കും. നമ്മൾക്കൊരാഗ്രഹം എല്ലാത്തിനും എന്തിനാടായാലും അത് നേടിയെടുക്കാനായാലും മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് നമുക്ക് ജീവിച്ച് കാണിക്കണമെന്നുള്ളൊരു വാശി അതെപ്പോഴും ഉണ്ടാവണം. നിസ്സാര ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും പറ്റും. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടും ഒരുപാട് പ്രാർത്ഥനയോടും കൂടി അപ്പം ഞങ്ങളുടെ പുതിയ ജേണി ആരംഭിക്കേണ്ട. അപ്പോൾ നമ്മളുടെ വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറക്കിയാണ്. എൻ്റെ ഈശ്വര, ഇപ്പം ഈ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങണ നേരത്തെ ഞാൻ അനുഭവിച്ചൊരു ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കാറൊന്ന് വെഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് എടപ്പള്ളി പള്ളിയിലാണ്. നമ്മൾ പള്ളിയിൽ കോഴി നേർച്ചക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് വന്നപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ആഗ്രഹം ഒന്ന് പൂർത്തിയാകാനൊക്കെ ഞാൻ അവിടെ നടയിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ നേരെ എടപ്പള്ളി പള്ളി പോയി കൊണ്ട് വെഞ്ചിരിച്ചിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കണം. അപ്പം നമ്മൾ നേരെ അനുചേട്ടൻ ഈ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അനുഭവിക്കണം ഈ സൈഡിലിരുന്ന് അത്രയും ഹാപ്പിയായിട്ട് ഞാൻ. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ നേരെ എടപ്പള്ളി പള്ളിയിലോട്ട്. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും എടപ്പള്ളി പള്ളിയിൽ വന്നിട്ട് ഇവിടെ 6:45 ആകുമ്പോഴാണ് അച്ഛൻ വന്നിട്ട് വണ്ടിയൊക്കെ വെഞ്ചിരിക്കാൻ പറഞ്ഞാൽ. നമ്മുടെ വണ്ടി മാത്രമല്ല കേട്ടോ, ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ നിരത്തിയിട്ടേക്കേണ്ട ഒരു 6:45 ആകുമ്പോഴേക്കും അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കാറുകളൊക്കെ ഇങ്ങനെ ബ്ലെസ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രാർത്ഥിച്ച് നമുക്ക് ബ്ലെസ് ചെയ്തൊക്കെ തരും കേട്ടോ. അപ്പോൾ കാറൊക്കെ നമ്മൾ തുറന്നിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഷോ ഭയങ്കര ഒരു വികാരഭരിതമായിരുന്നിട്ട് ഈ ഒരു സമയം ഇങ്ങനെ അങ്ങോട്ട് ഇമോഷനായിട്ട് വിഷമവും മഞ്ഞുണ്ട്, സന്തോഷവും മഞ്ഞുണ്ട്. അങ്ങനെ നമുക്ക് കൊണ്ടുപോയ കൊന്തയൊക്കെ ഒന്ന് വേഞ്ചിരിച്ചിട്ട് ഇനിയിപ്പം കാറിലോട്ട് ആ വേഞ്ചിരിച്ച കൊന്തയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കാൻ പോവേണ്ട. അപ്പോൾ എല്ലാവരും വൈറ്റ് കാറാണ് എടുത്തത്. അപ്പോൾ വൈറ്റ് ഡ്രസ്സിൽ തന്നെ എല്ലാവരും പോകാമെന്നാണ്. അമ്മച്ചിനെ വരെ ഞാൻ വൈറ്റ് സാരിയൊക്കെ എടുപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മളുടെ പ്രാർത്ഥിച്ച കൊന്തയൊക്കെ നമ്മൾ നമ്മുടെ കാറിൽ തൂക്കിയൊക്കെ ഇട്ടിട്ടാണ്. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട്. നമ്മുടെ വീട്ടിലെ വഴിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് കാറൊന്നും കയറ്റിയിടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം തീരുമാനിച്ചേക്കണത് എൻ്റെ വീട്ടിൽ കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറ്റിയിടാന്നുള്ളൊരു ഐഡിയയിലാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു ഗ്ലാൻസിനെ ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫുൾ ടാങ്ക് തന്നെ അടിച്ച് അങ്ങനെ നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട്. മിക്കൂസൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. മിക്കൂസിന് ഇങ്ങനെ എല്ലാ കാറുകളൊന്നും പറ്റാറില്ല. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി. ചെറിയ കാറാണ്. അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെക്കാനൊക്കെ സുഖമാണ്, കയറാനൊക്കെ സുഖമാണെന്ന്. നേരെ നമ്മൾ നമ്മുടെ നാത്തൂൻ്റെ അടുത്ത് വന്നിട്ടാ. നാത്തൂൻ്റെ കാറാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുനടക്കണതും ഒക്കെ. നമ്മൾക്കൊരു കാറ് പോലെ കൊണ്ടുനടക്കണത് ചേച്ചിയുടെ കാറാണ്. അവർ ഉപയോഗിക്കണേക്കാളും കൂടുതൽ ഉപയോഗിച്ചിരിക്കണത് ഞങ്ങളാണ്. അപ്പോൾ ആ ചേച്ചിനെ അങ്ങനെ കയറ്റിയിട്ട് ഒരു 2 റൗണ്ടൊക്കെ ചുറ്റി നടന്ന് ഞങ്ങൾ കുറച്ച് നേരം കാറ് ഇരുന്നതിൻ്റെ സുഖവും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അങ്ങനെ ചേച്ചിനെയൊക്കെ കൊണ്ടുനടക്കേണ്ട കുറച്ച് നേരമൊക്കെ കൊണ്ടുനടന്ന് നമ്മളിത് പള്ളിയുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളിതേ വീട്ടിലോട്ട് തിരിച്ചു പോന്നിട്ടോ. വല്ലാത്തൊരു മൂമെൻറ്റിലാണ് ഇപ്പോൾ. എന്താണ് പറയണ, സന്തോഷവും അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നില്ല, അതിനപ്പുറം കേട്ടോ.
അപ്പോൾ ഇനിയുള്ള വീഡിയോയിലൊക്കെ അപ്പം നമ്മുടെ കൂടെ നമ്മളുടെ കുഞ്ഞ് ഗ്ലാൻസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കാറ് വഴി കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വണ്ടിയും എടുത്തിട്ട് ഞാൻ ടൂ വീലറിന് പോന്നിട്ടാ. അനുചേട്ടൻ കാറും ഓടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പം നമ്മളുടെ വീട്ടിൽ കാർ കുറച്ച് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് കയറ്റേണ്ട. അപ്പം ഇനിയിപ്പം അപ്പച്ചൻ്റെ ഒരു വലിയൊരു സ്വപ്നവും കൂടി ആയിരുന്നു. കാർ പോർച്ച് പണിതതൊക്കെ അതിന് വേണ്ടിയായിരുന്നു. അപ്പച്ചനൊരു കാറ് വാങ്ങിച്ച് കാർ പോർച്ചിലിടണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാ 4 പെൺപിള്ളേർ ആരും കാർ ഓടിച്ചെടുക്കാനായിട്ടുള്ള ഒന്നും ആർക്കും കാർ ഓടിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ കാറ് വാങ്ങിച്ചിടണം ഈ കാർ പോർച്ചിലെന്ന് അപ്പച്ചൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പച്ചൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അപ്പച്ചനില്ലെങ്കിലും ഞാൻ ദേ ചെറിയതായിട്ട് അങ്ങോട്ട് സാധിച്ച് അപ്പച്ചന് കൊടുത്തിട്ടുണ്ട്. അപ്പം അപ്പച്ചൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പച്ചൻ ചിലപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. അപ്പം അപ്പച്ചനെ ഞങ്ങൾ കാറൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് ദേ തിരിച്ച് പോരേണ്ട.